ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് മീ രഹന. ഇപ്പൊ നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. ഫിസിക്കലി ആയാലും മെന്റലി ആയാലും നമ്മൾ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കിന്ന് അങ്ങനെ ഹെൽത്തി ആക്കി വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 7 days സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യാവുന്നേ. സോ വൺസ് അഗൈൻ വെൽക്കം ടു 7 days സ്കിൻ കെയർ ചാലഞ്ച് ഡേ 1. You don't have to be perfect. You just have to be you. നമ്മുടെ സ്കിൻ ഓരോ ദിവസവും പൊല്യൂഷൻ, സൺ എക്സ്പോഷർ, മേക്കപ്പ് നിറഞ്ഞ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഫേസിനെ ഡള്ളാക്കാനും അതുപോലെ ഒരു ടയർഡ് ഫീലും തരും. അപ്പോൾ ഈ 7 days ചലഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലി ക്ലെൻസ് ചെയ്യാം, ഗ്ലോ ബൂസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഹീലിംഗ് ആൻഡ് ഹൈഡ്രേഷൻ എഫക്റ്റും തരും. കൂടാതെ നമ്മുടെ ഓയിലി, സെൻസിറ്റീവ്, ഡ്രൈനെസ് ഒക്കെ ബാലൻസ് ചെയ്യാനും ഈ 7 days സ്കിൻ കെയർ ചലഞ്ച് നിങ്ങളെ ഹെൽപ്പ് ആക്കും. ആൻഡ് യു നോ ദ ബെസ്റ്റ് പാർട്ട്, നമ്മൾ നമ്മുടെ കിച്ചണിലുള്ള സിമ്പിൾ ആയിട്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്പെസിഫിക് ഗോളിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ലൈക്ക് ഹൈഡ്രേറ്റിംഗ്, ക്ലെൻസിങ്, എക്സ്ഫോളിയേറ്റിംഗ്, അങ്ങനെ ഓരോന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് റെസിപ്പീസ് ഇടും. നിങ്ങൾക്ക് അത് രാവിലെയോ വൈകുന്നേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, സ്റ്റേ കൺസിസ്റ്റന്റ് ആൻഡ് ജെന്റിൽ. ഹാഷായിട്ട് ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ആൻഡ് ബൈ ഡേ 7 നിങ്ങൾക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടും ഗ്ലോ ആയിട്ടും സ്മൂത്ത് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പോഴ്സ് ക്ലെൻസ് ചെയ്യാനും അതുപോലെ ജെന്റലി എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒരു ബ്രൈറ്റൻ സ്കിന്ന് തരാനുള്ള പാക്കാണ്. അപ്പൊ അതിനാദ്യം വേണ്ടത് നമുക്ക് 1 tablespoon അരിപ്പൊടി, അതുപോലെ തന്നെ 1 tablespoon കടലപ്പൊടി, ഒരു പിഞ്ച് ടർമറിക്കും, ഒരു 2 to 3 tablespoon മിൽക്കും, അതുപോലെ ഒരു 2 to 3 tablespoon ഡ്രോപ്സ് ഹണിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കണം, നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫേസ് കഴുകിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലുള്ള കടലപ്പൊടി നമ്മുടെ മുഖത്തിനുള്ള ഇംപ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ അരിപ്പൊടിയാണെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മളെ ഹണി ഒരു ഹൈഡ്രേഷനും ഹീല് ചെയ്യാനും അതുപോലെ തന്നെ ടർമറിക് ഒരു ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ചുറ്റും ലിപ്സും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഡ്രസ്സ് ചീത്തയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് നേരമായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു 10 to 15 minutes വെക്കുക. നമുക്ക് ഒരു വലിഞ്ഞു മുറുകുന്ന ഒരു ഫീൽ വരും. അപ്പോൾ നമുക്ക് ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് കഴുകിക്കളയാം. ഹെൽത്തി ആയിട്ട് എടുക്കാൻ എന്താ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമല്ല കാര്യം, നമ്മൾ അത് എങ്ങനെ കെയർ ചെയ്യണോ, എങ്ങനെ കോൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നറിഷ്മെന്റും, ഇതെല്ലാം നമ്മളെ സ്കിൻ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കീപ്പ് ചെയ്യാൻ ഞാൻ ഒരു ഗോൾഡൻ റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, നമ്മളെ മുഖത്ത് ജെന്റ്ലി ക്ലെൻസ് ചെയ്യുക എല്ലാ ദിവസവും. രണ്ടാമത്തത് 2 to 3 liters വാട്ടർ ഡെയിലി എന്തായാലും കുടിക്കാം. പിന്നെ ആവശ്യമില്ലാതെ മുഖത്ത് ടച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കോ. ആൻഡ് ഫോർത്ത് വൺ ഈസ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് വൺ, സ്ലീപ് വെൽ ആൻഡ് സ്റ്റേസ് ഹാപ്പി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. നിങ്ങൾ ഈ ചലഞ്ച് 7 days ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നല്ലേ ഇപ്പൊ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഡാർക്ക്നെസ് മാറും, ഡൾനെസ് മാറും, നമ്മുടെ പോഴ്സ് എല്ലാം സ്മോൾ ആവും, നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്തൺ ആവും, അതുപോലെ തന്നെ ഈവൻ ടോൺഡ് സ്കിന്നും ആകും. പിന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലാസ് ഗ്ലോ സ്കിന്നും കിട്ടും. ഒരു 10 to 15 minutesന് ശേഷം നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വലിയുന്നത് പോലെ തോന്നും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സർക്കുലർ മോഷനിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ജെന്റ്ലി സ്ക്രബ് ചെയ്യാം, നല്ല ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കാൻ നോക്കാം.
അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. മുഖം ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. ആൻഡ് ചെറുതായിട്ട് നമ്മൾ ഡാർക്ക്നെസ്സും പോയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സൺ ടാൻ ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ടെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ നന്നായിട്ട് മുഖത്ത് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം അപ്ലൈ ചെയ്യണം. അപ്പൊ ഗൈസ്, നമ്മളെ ഡേ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡേ 1 തന്നെ മുഖത്തിന് ഭയങ്കര ഒരു ഗ്ലോയും ഒരു സ്മൂത്ത്നെസ് എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. ആൻഡ് ഡേ 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ നാളെ ഡേ 2 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. നമ്മൾ അതിനുള്ള വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു subscribe, like and comment. Bye bye.